തക്കാളി കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ ഒരു സംഭവം മാത്രം മതി കേട്ടോ അതിന് ധാരാളമായിട്ട് പൂത്ത് കായ്ക്കാനായിട്ട്. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ്, എത്ര അളവ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. എല്ലാവർക്കും പിയറസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. നമ്മൾ ഒരുപാട് തക്കാളിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും തക്കാളിയുടെ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്നല്ലേ. തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട്. ഈ ഒരു മാസത്തെ, അതായത് ജനുവരി മാസങ്ങളിൽ ചെയ്യുന്ന തക്കാളി കൃഷി എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് തക്കാളി അതായത് ചെടികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഇതാണ്. നമ്മൾ ശീതകാല പച്ചക്കറികൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ള തക്കാളിയാണ്. അപ്പൊ ഈ തക്കാളിനെ കണ്ടറിയാം നിങ്ങൾക്ക് എന്നേക്കാൾ ഉയരത്തിലാണ് നമ്മുടെ തക്കാളി പോയിരിക്കുന്നത്. സാധാരണ നമ്മുടെ എന്താ പറയാ സാധാ തക്കാളി ഉണ്ടല്ലോ, ഇതേപോലത്തെ തക്കാളി ഒന്നും ഇത്ര ഉയരം അങ്ങനെ പോവാറില്ല. നമ്മുടെ ചെറി ടൊമാറ്റോ ആണോ അങ്ങനെ പോവാറുള്ളത്. പക്ഷെ ചെറി ടൊമാറ്റോയും നല്ല ഉയരം പോയിട്ടുണ്ട്. ഇതും കണ്ടുവോ, ഇതും ധാരാളമായിട്ട് നല്ല ഉയരത്തിലാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു മുമ്പുള്ള സമയത്തുള്ള തക്കാളി ചെടിയാണ്. ഇത് ഇത്രയും ഉയരം പോവും. പക്ഷെ ഈ മാസങ്ങൾ, അതായത് ജനുവരി മാസങ്ങളില് നമ്മള് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ നടുന്നത് ഒത്തിരി ഉയരം കുറഞ്ഞിട്ടുള്ള തൈകളാവണം, അല്ലെങ്കിൽ അതിന്റെ വിത്തുകൾ നിങ്ങൾ ചോദിച്ച് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ ഇത്രയും ഉയരമുള്ളതാണ് നിങ്ങൾ ചെയ്യണത്, അല്ലെങ്കിൽ ഇതിന്റെ പഴമാണ് നിങ്ങൾ വിത്തിനായിട്ട് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടില്ല. അപ്പൊ ആദ്യമേ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് ജനുവരിയിലെ തക്കാളിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കണേ എന്നുള്ളത് നോക്കാട്ടോ. അതിനു മുമ്പ് നമ്മളിങ്ങനെ ഈ മഞ്ഞക്കെണിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ അല്ലെ. ഇതില് കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മഞ്ഞക്കെണി രണ്ട് സൈഡിലും ധാരാളം കീടങ്ങള് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടുവോ. ഇനി വേറെ കെണി കെട്ടി ഇടാറായി. അപ്പൊ നിങ്ങൾ തക്കാളിത്തോട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മറ്റുള്ള കൃഷിയിടങ്ങളിലാണെങ്കിലും ഇതേപോലെ മഞ്ഞക്കെണി നീലക്കെണിയൊക്കെ കെട്ടിടാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതിൽ ധാരാളമായിട്ട് ഇങ്ങനെ കീടങ്ങള് വന്ന് പറ്റി പിടിക്കും. അപ്പൊ നമ്മളുടെ തക്കാളീനെ അത് അധികം ബാധിക്കില്ല. പിന്നെ തക്കാളീനെ ബാധിക്കുന്ന ഒരു പ്രശ്നം കണ്ടോ, ഇത് ചിത്രകീടത്തിന്റെ ഉപദ്രവമാണ്. ഇത് അധികം ഒന്നും വന്നിട്ടില്ല, 1-2 സ്ഥലങ്ങളിൽ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതേ കണ്ടു, നമ്മളുടെ ഈ ഇലയും ഇങ്ങനെ ഡിസൈൻ വരച്ച പോലെ കാണും. അതെന്തുകൊണ്ടാണ് ഇതിന്റെ ഈ ഹരിത, അതായത് ഈ പച്ച കളറൊക്കെ തിന്നുന്നത് മൂലമാണ് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഉള്ളില് ജീവികളുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കയ്യോടെ നശിപ്പിക്കണം കേട്ടോ. ഇതിനെ നമ്മൾ ഇവിടെ പറിച്ചിടരുത്. ഇങ്ങനെ ഇലകൾ കാണുമ്പോൾ ഇതിലധികം ഒന്നും നമുക്ക് വന്നിട്ടില്ല. അവിടെ ഇവിടെ ഓരോ ഇലകളൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇത് കൂടാതെ ഒരു ഇലയും കൂടെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് കയ്യോടെ തന്നെ ഇത് പറിച്ച് നശിപ്പിച്ച് കളയുക. അപ്പൊ പിന്നീട് വരില്ല. പിന്നെ നമ്മൾ ഇതിന് നീം ഓയിൽ കൊടുക്കുക നിർബന്ധമായിട്ടും. നമ്മള് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നീം ഓയിൽ കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് ചെയ്യുന്ന കൃഷിയാണെങ്കിലും മുന്നിൽ ചെയ്തിട്ടുള്ള തക്കാളി കൃഷിയാണെങ്കിലും ഇതിന്റെ ഉപദ്രവം നന്നായിട്ട് ഉണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ജനുവരി മാസത്തില് ചെയ്തിട്ടുള്ള തക്കാളി കൃഷി നമുക്ക് നോക്കാലോ അല്ലെ. അപ്പൊ നമ്മള് ഇവിടെ 2 രീതിക്കാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറെ പേർക്കുള്ള ഒരു സംശയമായിരുന്നു, മണ്ണിൽ കൃഷി ചെയ്താലാണോ നന്നായിട്ട് ഉണ്ടാവുക അതോ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിലാണോന്ന്. അപ്പൊ സെയിം തക്കാളി തൈ തന്നെ സെയിം പോട്ടിങ് തന്നെ നമ്മൾ മണ്ണിലും വെച്ചിട്ടുണ്ട്, അതുപോലെ ഇത് ചട്ടിയിലും വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് മണ്ണില് ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതില് ഏറ്റവും അടിയിലായിട്ട് മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി ഇളക്കി ഡോളോമേറ്റ് നന്നായിട്ട് ഇട്ട് കൊടുത്തു. മണ്ണ് കൊത്തി ഇളക്കി അതിൽ നന്നായിട്ട് വെള്ളം നനച്ച് ഡോളോമേറ്റ് ഇട്ട് ഒരാഴ്ച നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ നമ്മള് ആദ്യം ചകിരി കമ്പോസ്റ്റ് ഒരു ലെയർ ഇട്ടു. പിന്നീട് അതിന്റെ മേലെ നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ്, കോഴിക്കാഷ്ടം, ആട്ടുംകാഷ്ടം ഇങ്ങനെ ഇട്ട് മുകളില് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ടിട്ടാണ് നമ്മളിങ്ങനെ തൈകൾ വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം വ്യത്യസ്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്, ലെയർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
മിക്സ് ചെയ്തിട്ടല്ല ചെയ്തിരിക്കണേ കേട്ടോ. അപ്പൊ ഇപ്രാവശ്യത്തെ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസം എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. നമ്മുടെ ചട്ടിയിലാണെങ്കിലും സെയിം തന്നെ ഏറ്റവും അടിയിലെ നമ്മള് മണ്ണിട്ട് ഡോളോമേറ്റ് ഇട്ട് പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ ലെയർ ആയിട്ട് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏതിനാണ് കൂടുതൽ വളർച്ച, ഏതാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു നട്ട വഴി തന്നെ നമ്മളിങ്ങനെ കമ്പ് കുത്തി കൊടുക്കണം എന്ന് അല്ലെ. ഇങ്ങനെ കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാല് ഇത് അങ്ങും വീണ് പോവില്ല. അതുപോലെ തന്നെ ഇതിന്റെ വേരുകൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് സേഫായി നിൽക്കും. ഇപ്പൊ നമ്മളിങ്ങനെ 3 കമ്പ് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുത്തേക്കണേന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മളിതേ 3 തൈയാണ് കേട്ടോ ഇതിൽ വെച്ചിരിക്കണേ. സാധാരണ 1 തൈ അല്ലെങ്കിൽ 2 തൈയൊക്കെയാണ് നമ്മൾ വെക്കുക. പക്ഷെ ഇതിൽ നമ്മൾ 3 തൈയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് നല്ല അടിവളം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 3 തൈ വെച്ചിരിക്കണേ. അപ്പൊ ഈ 3 തൈകൾക്ക് നമുക്ക് ഒറ്റ കമ്പില് കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 3 സൈഡിലും കമ്പ് കൊടുത്ത് ഇതിനെ വള്ളി കൊണ്ടൊക്കെ കെട്ടി ഇത് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് വളരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സ്ഥലമാണ് ഉള്ളതെങ്കിലും നല്ല രീതിക്ക് അടിവളം കൊടുത്ത് നല്ല സ്പ്രേ ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് 3 തക്കാളി വരെ നടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ കൃഷി രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് അധികം ഉയരമൊന്നും പോവില്ല. അത്യാവശ്യം ഇത്ര ഉയരം വരുമ്പോ തന്നെ അത് പൂത്ത് കായ്ച്ചോളും. ഈ ഒരു സമയത്തെ തൈകൾ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇടവേളയായിട്ട് ഇതില് നമ്മള് കൊടുത്തിരിക്കുന്നത് പുതിനയാണ്. അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അപ്പൊ പുതിന കൃഷി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇനി തക്കാളിയുടെ നല്ല വളർച്ചയ്ക്കും അത് പൂക്കാനും പൂക്കളൊന്നും കൊഴിയാതിരിക്കാനും നമുക്ക് പറ്റിയ ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പൊ നമ്മളിത് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ധാരാളമായിട്ട് മീനുകൾ കിട്ടും അല്ലെ. അതായത് മത്തി, ചാള എന്ന് പറയും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിന്റെ വേസ്റ്റ് മാത്രം മതി. അതായത് അതിന്റെ തല വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ മുന്നേ ചെയ്ത് അരിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നിറയെ ഉണ്ടായിരുന്നു, അത് എടുത്തെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് അളവേ ഉള്ളൂ. പക്ഷെ ഇത് വളരെ നല്ലതാണ്. 1 ലിറ്റർ വെള്ളത്തില് 2 ml എന്നുള്ള രീതിയിൽ ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ തക്കാളിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വളർച്ചയ്ക്ക് മാത്രമല്ല കീടബാധ വരാതിരിക്കാനും വളരെ നല്ലതാണ്. അപ്പൊ ഫിഷ് അമിനോ ആസിഡ് 2 ഗുണങ്ങളുണ്ട്. അത് ഒന്ന് ഫെർട്ടിലൈസർ ആണ്, അതുപോലെ തന്നെ ഇതിന് നല്ല വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊരു മാജിക്കൽ ഫെർട്ടിലൈസർ എന്ന് തന്നെ നമ്മുടെ ഫിഷ് അമിനോനെ പറയാം. അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇതിനൊക്കെ ചെറിയൊരു പാത്രം എടുത്ത് നമ്മള് മത്തി, അതായത് ചാള പറയില്ലേ, അത് വാങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ തലയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലിടുക. അതിന്റെ അത്ര തന്നെ അളവ് നമ്മൾ ശർക്കരയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ അത് അമിനോ ആസിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇടയ്ക്ക് ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കാനും മറക്കരുത്. അപ്പൊ ഇതൊരു ബാഡ് സ്മെല്ലോ ഒന്നും വരില്ല. നല്ല ശർക്കര അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള നല്ല മണാണ്. അപ്പൊ ചില സമയത്ത് നമുക്ക് 30 ദിവസം കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ആവും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ടിട്ടുള്ള മത്തിയുടെ വലിപ്പം അനുസരിച്ചാണ് അതാവാതിരിക്കുക. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസം കൊണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് 2 മാസം എടുക്കും. 2 മാസം കഴിഞ്ഞ് അത് അരിച്ച് ഇതുപോലെ കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കുക. നമുക്ക് ഇതിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളർച്ച ഉണ്ടാവും. കീടബാധ വരില്ല. ധാരാളമായിട്ട് പൂക്കും. എല്ലാതും കായായിട്ട് മാറും. അപ്പൊ എല്ലാവരും ഫിഷ് അമിനോ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഫിഷ് അമിനോ ഉണ്ടാക്കണതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ PRS കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇട്ട് തരിക അല്ലെങ്കിൽ ആ സംശയത്തിന് മറുപടി തരിക ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ മാസത്തെ തക്കാളി കൃഷിക്ക് വലിയ വേറെ പരിചരണമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ഈ മാസം നടുന്ന നല്ല തരം തൈകൾ വാങ്ങി നടുക, നല്ല അടിവളം കൊടുക്കുക, ഈ ഫിഷ് അമിനോ നമ്മൾ കൊടുക്കുക, നീം ഓയിൽ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം കാലതാമസം ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നല്ല രീതിക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും.